നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞ കൊങ്ങിണിപ്പൂക്കൾ യാത്രാമധ്യേ പുറംകാഴ്ചകൾക്ക് ഇടം കൊടുക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റൂ. കാരണം യാത്രയിലും സന്തത സഹചാരിയായ മൊബൈൽ എന്ന മനുഷ്യനിർമ്മിത യന്ത്രത്തിൽ തന്നെയായിരിക്കും അതിലെ ഓരോ വസ്തുതകൾ. കാണാനുള്ള അവസരം കൊടുക്കില്ല. ചിലപ്പോൾ മടുപ്പ് തോന്നാം. ആ മടുപ്പ് സ്കിപ്പ് എന്ന ഓപ്ഷൻ ഉള്ളതിനാൽ മാറ്റാലോ. ഒന്നിനും സമയമില്ലേ, സാവകാശവുമില്ലതാനും. അതല്ലേ വേറെ മികച്ചത് കാണണം എന്ന ചിന്തയുള്ളതിനാലോ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആ കാണലുകൾ അരോചകമായി തോന്നാതില്ല. നല്ല പാട്ടുകൾ ഹെഡ്സെറ്റിൻ്റെ സഹായത്താൽ കൂടെ യാത്ര ചെയ്യുന്ന ചേച്ചിയുടെ പറച്ചിലിൽ ഇനി വിഷുവിന് പൂക്കളെല്ലാം കൊഴിഞ്ഞിട്ടുണ്ടാകും, ഒന്നും കിട്ടാൻ ഉണ്ടാകില്ല എന്ന മുൻവിധി. കാലം തെറ്റിയുള്ള മഴ, മഞ്ഞ്, തണുപ്പ്, അങ്ങനെ പൂക്കളാൽ വസന്തം നിറയ്ക്കുന്ന മരങ്ങളിലും ആ മാറ്റം കാണില്ലേ. മഴ ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് പെയ്യുന്നത്. ഈ പഞ്ചായത്തിൽ മഴയാണെങ്കിൽ അടുത്ത പഞ്ചായത്തുകാർക്ക് കഠിനമായ ഉഷ്ണവും ചൂടും. പ്രകൃതി, നീ വളരെ മാറിയിരിക്കുന്നു. നിന്റെ മാറ്റം ഇത്തിരി കൂടുന്നു ഇല്ലേ എന്ന എൻ്റെ സംശയത്തിൽ മനുഷ്യനു മാറാം. എനിക്കെന്തേ ആയിക്കൂടാ എന്ന ഉത്തരം. മരത്തിൽ മാത്രമേ ഞാൻ കൊന്ന പൂക്കളെ കണ്ടിരുന്നുള്ളൂ. ആ മരത്തിൻ്റെ താഴെ ചെന്ന് ദേഷ്യരൂപേണയുള്ള മുകളിലേക്ക് ഒരു നോട്ടം. എനിക്ക് താഴെ ഒന്ന് ഉണ്ടായിക്കൂടെ എന്ന ചോദ്യത്തിൽ താഴെ വീണുകിടക്കുന്ന മഞ്ഞമുത്തുകൾ പോലെയുള്ള പൂക്കൾ ശ്രദ്ധയോടെ പെറുക്കി കൈവെള്ളയിൽ വെച്ചു. അവയുടെ ഭംഗി ആസ്വദിച്ചിരുന്ന ആ കാലം ഓർമ്മയിലെ മധുരമായ നല്ല കാലം. ആഹാ, ഓർക്കാൻ എന്താ രസം. വിഷുവിൻ്റെ ആഗമനവും വിഷു കൈനീട്ടം കിട്ടുന്ന എന്ന മുൻധാരണയും ആ പൈസ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാം എന്ന കണക്കുകൂട്ടലുകളിലെ കുഞ്ഞു സ്വപ്നങ്ങൾ എൻ്റെ ഗതകാല സ്മരണകൾ പുറം കാഴ്ചയിലെ കണിക്കൊന്ന പൂക്കൾ എനിക്ക് നൽകി. ഇനി വിഷുവിന് പൂക്കളെല്ലാം കൊഴിഞ്ഞു. ശൂന്യമായ കൊങ്ങിണി മരങ്ങൾക്ക് ആശ്വസിക്കാം. എന്തെന്നാൽ ഫാൻസി ഷോപ്പിൽ തങ്ങളുടെ അപരന്മാർ തൂങ്ങി നിൽക്കുന്ന വിഷമകരമായ അവസ്ഥ വിഷാദത്തോടെ കാണേണ്ടി വരുമല്ലോ എന്ന ചിന്ത. കാണുന്നതെല്ലാം മഞ്ഞയായി തോന്നുന്ന മനുഷ്യന് ഈ പ്ലാസ്റ്റിക് പൂക്കളും യഥാർത്ഥമായ കണിക്കൊന്നകൾ ആയി തോന്നിയേക്കാം. വരാനിരിക്കുന്ന മേടമാസത്തിലെ വിഷു പുലരിക്കായി നമുക്കേവർക്കും കാത്തിരിക്കാം. കണിക്കൊന്ന പൂവിനെക്കുറിച്ചുള്ള ചെറിയൊരു വ്യാഖ്യാനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.